ചരിത്രപ്രസിദ്ധമായ ആറന്മുള ജലമേള ഇന്ന് പമ്പാ നദിയിലെ ജലരാജാക്കന്മാരിൽ മന്നം ട്രോഫി ആര് നേടുമെന്നറിയാനുള്ള മത്സര വള്ളംകളിയും ഇന്ന് നടക്കും. ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക് പോകുന്നു. അരുൺ, ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുമ്പോൾ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണോ? തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഒരു നാടൊന്നാകെ അവരുടെ ഒരു വലിയ സ്വപ്നം, ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പ് അതിന് ഇനി അവസാനമാകുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. നമുക്കറിയാം കരകൾ എല്ലാം തന്നെ, പള്ളിയോടങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ജലമാമാങ്കത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഒരു വർഷം നീണ്ട ഒരു വലിയ കാത്തിരിപ്പ്, ഭക്തിയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും എല്ലാം തന്നെ ഒത്തുചേരുന്ന ഒരു മഹോത്സവം, അതിനായുള്ള ഒരു കാത്തിരിപ്പിലല്ലേ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളത്? തീർച്ചയായും ഞങ്ങൾ ഇത് എടച്ചേരുമല കരയാണ്. 234 നമ്പർ എടച്ചേരുമല ഉടമസ്ഥയിലുള്ള പള്ളിയോടമാണിത്. 2011-ലും 2012-ലും 2023-ലും മന്നം ട്രോഫി നേടിയൊരു പള്ളിയോടമാണ് എടച്ചേരു പള്ളിയോടം. എടച്ചേരുമല പള്ളിയോടത്തിന് മാത്രമായുള്ള ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് 2 അമരച്ചാർത്തുണ്ട്. ഒന്ന് വെള്ളി കൊണ്ട്, ഒന്ന് 19 പവൻ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ 2 അമരച്ചാർത്തുണ്ട്. അത് ഈ 52 പള്ളി എടച്ചേരുമല പള്ളിയോടത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പാടിന്റെ ഈണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ. വിശ്വസിച്ചിടുന്നു ഞങ്ങൾ, വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ, വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ആശ്രയം മറ്റാരും മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ലെന്റെ അച്യുതനാണ്, ആശ്രയം മറ്റാരുമില്ലെന്റെ അച്യുതനാണ്, ആശ്രയം മറ്റാരുമില്ലെന്റെ അച്യുതനാണ്. പങ്കജാക്ഷനിന്റെ പാദസേവ ചെയ്യും ജനങ്ങൾക്ക്, പങ്കജാക്ഷനിന്റെ പാദസേവ ചെയ്യും ജനങ്ങൾക്ക്, പങ്കജാക്ഷനിന്റെ പാദസേവ ചെയ്യും ജനങ്ങൾ.
സങ്കടങ്ങളകന്നു ശങ്കയില്ലേതോ സങ്കടങ്ങളകന്നു ശങ്കയില്ലേതോ സങ്കടങ്ങളകന്നു ശങ്കയി ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടിൻ്റെ ഒരു ജീവതാളമാണ് അവരുടെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേർന്ന ആ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ഉള്ളിലുള്ള ഒരു വികാരം അത് തന്നെയല്ലേ ഭഗവാനുള്ള ഒരു സമർപ്പണം തന്നെയല്ലേ അത്? അതെ അതെ, ഉള്ളിൽ നിന്നുള്ള ഒരു ഭക്തിയാണ് നിങ്ങളിത് കണ്ടത്. സമർപ്പണ ബോധം മാത്രമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. ഭക്തിയും വിശ്വാസവുമാണ്. മറ്റുള്ള മത്സരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പള്ളിയോടത്തിൽ കയറുമ്പോൾ അവിടെ ട്രാക്ക് പിടിക്കുമ്പോൾ മാത്രമേ മത്സരത്തിന് ട്രാക്ക് പിടിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് കരകൾ തമ്മിലുള്ള വേർവ്യത്യാസമുള്ളൂ. അല്ലാത്തപ്പോൾ ഇതെല്ലാം ഈ കിടക്കുന്ന 52 കരകളും ഭഗവാന്റെ പള്ളിയോടങ്ങളാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വള്ളങ്ങൾ ഞങ്ങളുടെ കരയിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ പല വള്ളങ്ങളും ഇവിടെയുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ കരയിലും ഏതൊക്കെ വള്ളങ്ങൾ അവിടെ ഉണ്ടോ അതെല്ലാം സംരക്ഷിച്ചു പോകുന്നു. അതെ അതെ, ഒരു കൂട്ടായ്മയുടെ ഉത്സവം. അത് ഏറ്റവും അവസാനം ഇവിടുന്ന് മത്സരം ജയിച്ച് ഏത് വള്ളങ്ങൾ പോയാലും ഞങ്ങൾ അവസാനം പാടുന്നത് നിന്റെ സഖിയല്ലയോ ഞാൻ, അതാണ്. ഓ നിന്റെ സഖിയല്ലയോ ഞാൻ, നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും ഓ തൈരൈ തകരത്തീരകതോ ഇതുപോലാണ് ഞങ്ങൾ പിരിയുന്നത്. ആ ഒരു മത്സരത്തിന് ശേഷവും ഞങ്ങൾക്ക് ഒരു വീറുമില്ല, വൈരാഗ്യവുമില്ല. ഞങ്ങളുടെ സഖിയായിട്ട് അവരെയും കണ്ട് ഞങ്ങൾ യാത്രയാക്കും. അങ്ങോട്ട് എല്ലാ പള്ളിയോടക്കരക്കാരും ആ ഒരു ഒത്തൊരുമയോടാണ്. അതാണ് ആറന്മുളയുടെ സൗന്ദര്യം, ആറന്മുളയുടെ സംസ്കാരം. അതുതന്നെയാണ് ഈ ഒരു പാട്ടിൽ തന്നെ ഞങ്ങളും അലിഞ്ഞു ചേരുകയാണ്. ഈ കാണുന്ന പ്രേക്ഷകരും അത് തന്നെയാണ്. അതൊരു നാടിൻ്റെ സംസ്കാരമാണ്. ആ ഒരു സംസ്കാരം ഇവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഘോഷത്തിന് അപ്പുറത്തേക്ക് ഭക്തിയും വിശ്വാസവും ആചാരവും അതൊക്കെ പ്രൗഢമായ ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായ കാഴ്ച, മനോഹരമായ ഒരു ദൃശ്യവരും അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ കരകളെല്ലാം തന്നെ. ആറന്മുളയെ സ്നേഹിക്കുന്ന, വള്ളംകളിയെ സ്നേഹിക്കുന്ന, പള്ളിയോടങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ആ കാത്തിരിപ്പിൽ തന്നെയാണ് നിലവിലുള്ളത്. അതെ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹരമായ കാഴ്ചയാണ്. എത്രത്തോളം ആവേശപ്പോരിലാണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം ഒടുവിൽ ആറന്മുളയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയതുപോലെ തങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പരസ്പരം പറഞ്ഞ് ആശ്ലേഷിച്ച് പിരിയുന്നതാണ് സംസ്കാരം എന്ന് തന്നെയാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്.